വെൽക്കം ടു യുവർ ഓൺ കേരള PSC. മൈ നെയിം ഇസ് നവനീത്. കേരള ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ചാണ്. അതിൽ തന്നെ പോർച്ചുഗീസുകാരെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായെത്തിയ ആദ്യത്തെ വിദേശ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. എന്നാൽ ഇന്ത്യയിൽ കച്ചവടത്തിന് എത്തിയ ആദ്യത്തെ വിദേശ ശക്തി എന്ന് പറയുന്നത് അറബികളാണ്. ഇന്ത്യയിലെ ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് ഈ യൂറോപ്യന്മാരുടെ ആഗമനത്തോടു കൂടിയാണ്. പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നീട് ഇന്ത്യയിലെത്തിയത് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുമാണ്. ആദ്യം പോർച്ചുഗീസുകാർ, രണ്ടാമത് ഡച്ചുകാർ, മൂന്നാമത് ബ്രിട്ടീഷുകാർ, നാലാമത് ഫ്രഞ്ചുകാർ. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം വരുന്നത്. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടു കൂടിയാണ് യൂറോപ്യന്മാരുടെ ആഗമനത്തിന് വഴി തെളിയിച്ചത്. അതിന് ശേഷം പറയാനുള്ളത് ബർത്തലോമ്യോ ഡയസ് ആണ് ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. അത് 1488 പോർച്ചുഗീസ് ചരിത്രം രേഖപ്പെടുത്തിയ വ്യക്തി എന്ന് പറയുന്നത് ജെയിംസ് കൊറിയാണ്. അതിൽ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയാണ്. അദ്ദേഹം എത്തിയത് 1498 മെയ് 20-നാണ്. 1498 മെയ് 20 കാപ്പാട് കടപ്പുറത്ത്, പന്തലായന ബീച്ചിലെ കാപ്പാട് കടപ്പുറത്താണ് അദ്ദേഹം ആദ്യമായിട്ട് എത്തിയത്. കോഴിക്കോട് ജില്ല, പന്തലായന ബീച്ച്, കാപ്പാട് കടപ്പുറം, ഇവിടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് കാലുകുത്തിയത്. അതിനുശേഷം 1500 അദ്ദേഹത്തെ പിന്തുടർന്ന് എത്തിയ വ്യക്തി എന്ന് പറയുന്നത് അൽവാരസ് കബ്രാളാണ്. പെട്രോ അൽവാരസ് കബ്രാൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ പിന്തുടർന്ന് പിന്നീട് ഇന്ത്യയിലെത്തിയ വ്യക്തി എന്ന് പറയുന്നത്. ഇതിൽ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് കൊച്ചിയായിരുന്നു. പിന്നീട് 1510 ബിജാപൂർ സുൽത്താൻ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഗോവ തലസ്ഥാനമാക്കി മാറ്റുകയുണ്ടായി. 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. നീലജല നയം അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ വ്യക്തി എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അതിനുശേഷം രണ്ടാമത്തെ വൈസ്രോയി ആയിട്ട് വന്ന വ്യക്തി എന്ന് പറയുന്നത് ആൽബുക്കർക്കാണ്. അദ്ദേഹമാണ് മിശ്ര കോളനി സമ്പ്രദായം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് പോർച്ചുഗീസുകാരെ കുറിച്ചെന്ന് പറയാനുള്ളത്. കൂടുതൽ പോയിന്റുകൾ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.